ഈ മൊബൈൽ ഫോൺ ഒന്നും ഇല്ലായിരുന്നല്ലോ വാപ്പച്ചൊക്കെ സൗദിയിലുള്ള സമയത്ത്. ആ കാലഘട്ടത്തിൽ ഫോണില്ല. നിങ്ങളൊക്കെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? മൊബൈൽ ഫോണൊന്നുമില്ല, എല്ലാ വീട്ടുകളിലും ലാൻഡ് ഫോൺ പോലും ഇല്ല. മനസ്സിലായോ? അന്നത്തെ കാലത്ത് കോട്ടയത്ത് താമസിക്കുന്ന ഒരാൾ എറണാകുളത്ത് വിളിക്കും, ഫോൺ ചെയ്യുന്നത് ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് മണിക്കൂറുകൾ, ഇപ്പൊ 8-10 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊരു ട്രങ്ക് കോൾ കിട്ടുന്നത്. ആ നേരത്തിന് അയാൾക്ക് കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് വന്ന് കാര്യം കണ്ടിട്ട് തിരിച്ചു കോട്ടയത്ത് വരും. അങ്ങനത്തെ ഒരു കാലമായിരുന്നു. പിന്നെ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ ഡിസ്ട്രിക്റ്റുകളിലോ വിളിക്കാൻ പറ്റും. എനിക്ക് എൻ്റെ വൈഫിനെ വിളിക്കണമെങ്കിൽ അവരുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരുടെ ഡിസ്ട്രിക്റ്റിൽ വന്ന് ഏതെങ്കിലും ബന്ധുവിന്റെ ഫോണുള്ള വീട്ടിലിരുന്നാലേ നേരിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഉമ്മയൊക്കെ വിളിക്കുന്ന ആലപ്പുഴ ബുക്ക് ചെയ്ത് ഡയറക്റ്റ് വിളിക്കണേ. പിന്നെ കൂടുതൽ എഴുത്താണ്. അതുകൊണ്ട് ആ കത്താണല്ലോ ഈ തുമ്പൈക്കത്തുമ്പ കത്തുപാട്ടെന്നും പറഞ്ഞ. കാരണം അന്നൊരു കത്ത് വന്നാൽ തന്നെ പൊട്ടിക്കാൻ പോയാലും ഇന്നാക്കാരൊക്കെ പോയല്ലോ. ഫോൺ എടുക്കുക, ഓൺ ചെയ്യുക, ഭാര്യയെ കാണുക, വിളിക്കുക, കുശലപ്രശ്നം അന്വേഷിക്കുക. നിങ്ങളുടെ നിന്റെ മുഖത്ത് എന്താണ് ഈ ഒരു ക്ഷീണം കാഴ്ചയ്ക്കുന്ന പോലെ ചോദിക്കാം. അത് പറ്റത്തില്ലോ. ഇവിടുന്ന് പോകുമ്പോൾ ഭാര്യയും മക്കളെ കണ്ടാൽ പിന്നെ ഈ മനുഷ്യൻ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കാണുന്നത്. ഇന്ന് ഗൾഫുകാരന് ബുദ്ധിമുട്ടില്ല, ഗൾഫുകാരൻ നാട്ടിൽ ജീവിക്കുന്ന പോലല്ലേ. അതെ, നിങ്ങളുടെ കാലഘട്ടത്തിൽ ആ പ്രവാസമായിരുന്നു കുറച്ചുകൂടി ഒരു അത് ഇന്നുള്ള ഒരു അംഗീകരിക്കുകയല്ല. കാരണം എന്താ വെച്ചാൽ അത് അവർ അനുഭവിച്ചിട്ടില്ല. അതെ, നമ്മൾ അനുഭവിക്കാതെ നമുക്ക് കെട്ടുകഥയാണെന്ന് തോന്നുന്നു. സത്യം അതാണ്. കാരണം നിങ്ങളുടെ ആ ടൈമിലൊക്കെ മാനസികമായിട്ടുള്ള സംഘർഷം ആൾക്കാരെ വിളിക്കാൻ പറ്റുന്നില്ല. ഇപ്പം 1 മാസത്തിൽ നമുക്കൊരു കത്ത് വരുമെന്ന് വിചാരിക്കും. ആ 1 മാസം കഴിഞ്ഞ് 1.5 മാസമായിട്ട് കത്ത് വരുന്നില്ല, ചിലപ്പോ 2 മാസമായിട്ടും കത്ത് വരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന വീട്ടുകാരേക്കാൾ വെപ്രാളമാണ് നമുക്കവിടെ. എന്താണ് ഇവളുടെ കത്ത് വരാത്ത? അങ്ങനെ വൈകുന്നതല്ലല്ലോ. ഇവിടെ ചിലപ്പം അവളുടെ മണ്ടത്തരത്തിന് അവളൊരു പനിയായിട്ടോ ഒരു 5ാം പനി അങ്ങനെ എന്തെങ്കിലും അവളുടെ ചിന്താഗതി പോകുന്നത്. അവൾ ആ പനിയും വെച്ചുകൊണ്ട് ഈ കത്തെഴുതി അവിടെ ഭർത്താവിനെ ചിന്തിക്കുന്നത്. അപ്പൊ അത് ഭർത്താവിന് പകരണ്ടാന്ന് പറഞ്ഞ് എഴുതായിരിക്കും. ഭർത്താവിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് എഴുതായിരിക്കും. എന്നിട്ട് ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് ഒരു കത്ത് വരും. കത്ത് വന്ന് പൊട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ 5ാം പനിയൊക്കെ പിടിച്ച് ആകെ കിടന്നു പോയി. അത് കഴിഞ്ഞ് മഞ്ഞപ്പത്തം പിടിച്ച് എല്ലാം വന്ന്. അതെല്ലാം ആയതുകൊണ്ട് ഞാൻ എഴുതിയില്ല. കാരണം ഞാൻ കത്തെഴുതിയ ഇക്കാക്കും കൂടെ വരുമോന്നു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് നാട്ടിൽ പോകുന്നത് നല്ലതാണ്. അപ്പൊ പ്രവാസം പണ്ടത്തെ അനുസരിച്ച് ഇന്ന് പ്രവാസം ഒന്നും ഒരു പ്രശ്നമല്ലല്ലോ. കാനഡയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അയാളുടെ മക്കളെയും ഭാര്യയും കാണുമെന്ന് വെച്ചാൽ മൊബൈൽ പോരെ. കാലഘട്ടം മാറി. അന്ന് ഈ ഗൾഫിൽ പോലും മൊബൈൽ ഇല്ല. അത് അവിടാണ് കളി. ഗൾഫിൽ പോലും മൊബൈൽ ഇല്ല. മനസ്സിലായി? ആ കാലഘട്ടത്തിൽ മൊബൈൽ എന്ന് പറയുന്ന ഒരു സാധനം നമ്മള് പിന്നെ അവിടുന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് 2 മാർക്ക് കോയിൻ ഇട്ട് വിളിക്കാം. കോയിൻ കിട്ടും. ബാങ്കിൽ ചെന്നാൽ കോയിൻ തരും. 100 200 റിയാലിനോ ദിർഹത്തിനോ കോയിൻ വേണമെന്ന് പറഞ്ഞാൽ അവര് തരും. പിന്നല്ലേ ഒരു മാർഗമുള്ള ഇതിന്റെ ഒരു ഓഫീസ് മാതിരി ഉണ്ടാകുന്നത് ആ ഗവൺമെന്റ് നടത്തുന്നത്. അവിടെ ചെന്ന് നമ്മൾക്ക് ഫോൺ ചെയ്യാം. അവിടെ ഫോൺ ചെയ്യുമ്പോൾ പ്രശ്നം 1 മിനിറ്റിന് 12 രൂപ വെച്ച് പോകും. നമ്മൾ ചിലപ്പോൾ കൂടുതൽ സമയം സംസാരിക്കും. അതെല്ലാം ഇങ്ങനെ അടിച്ചടിച്ച് പോയി തിരിച്ചിറങ്ങി വരുമ്പോൾ 300 400 ഒക്കെ. ഇതാകുമ്പോ 100 രൂപയുടെ കോയിൻ വാങ്ങിച്ച് ആ 100 രൂപയുടെ കോയിൻ തീരുമ്പോൾ നമ്മൾ വിളി നിർത്തും. കോയിൻ തീരാറാകുമ്പോ അങ്ങേ തലയ്ക്കതിലേക്ക് നമ്മൾ പറയും, ഇപ്പോൾ കയ്യിലെ പൈസ തീരും, ഫോൺ കട്ടായാൽ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. അങ്ങനെ 2 രീതിയിലുള്ള കാര്യങ്ങളെ അന്ന് നടക്കുള്ളൂ. പിന്നെ കുറെ ആൾക്കാർ ബാക്കി വിളിക്കാനുള്ള ഒരു വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടാവും. പുറത്ത് ആൾക്കാര് വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്.
പിന്നെ ചിലരൊക്കെ ആണെങ്കിൽ ചില അറബികളൊന്നും 2 വർഷം കഴിഞ്ഞാലും ടിക്കറ്റ് കൊടുക്കാതെ ലീവൊക്കെ കിട്ടാതെ ലീവ് കിട്ടാതെ അത് നാട്ടിലിരിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല, മനഃപൂർവ്വം വരാത്താന്നാണ് വിചാരിക്കുന്നത്. പണ്ടത്തെ പ്രവാസം കുറച്ച് കട്ടി എന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയാണ്. നമ്മൾ നടക്കാൻ പോകുമ്പോൾ ഒരുപാട് സംസാരിക്കാൻ ഭയങ്കര കട്ടി എന്ന് പറഞ്ഞാൽ അന്നത്തെ അപേക്ഷിച്ച് ഒന്നുമില്ല. അതെ അതെ, ഇന്നത്തെ ആൾക്കാരൊക്കെ വളരെ സുഖിമന്മാരാണ്. അവർക്ക് എന്താ സാധിക്കാത്ത അവർക്ക് പറയാം. എല്ലാ സൗകര്യങ്ങളും ആയില്ലേ. അവൻ അമേരിക്കയിലല്ല, കാനഡയിലല്ല, എവിടെ ഇരുന്നാലും അവനിക്ക് അവന്റെ വീടുമായിട്ട് ബന്ധപ്പെടാം. അതല്ലല്ലോ മറ്റേ വലിയ ബുദ്ധിമുട്ട്.